ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെറും ഒരു 58 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന 2 നില വീട് സ്വന്തമാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ലോണിനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ കൊടുത്തിരിക്കാനുള്ള നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലോണ് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതായിരിക്കും. അല്ല, റെഡി ക്യാഷ് ആണെങ്കിൽ നിങ്ങൾക്ക് വന്ന് ഈ വീട് കണ്ട് ഇട്ടാൽ നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ഈ വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ പൊറ്റയിൽ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 300 മീറ്റർ മാത്രം മാറിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീട് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നാണെങ്കിൽ നമുക്കൊരു 10 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ ഈ കാണുന്ന സുന്ദര ഭവനത്തിൽ നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഇരുനില വീടാണ് ഈ വീട് വരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ 3 സെൻറ്റിൽ 1400 സ്ക്വയർ ഫീറ്റിൽ 3 BHK ആണ് വരുന്നത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് ബാക്കി 2 ബെഡ്റൂമും ഈ ഒരു വീടിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ മുന്നിലോട്ടുള്ള കാഴ്ചയാണ്. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു സ്ലൈഡിങ് ആൻഡ് ഒരു ഫോൾഡിങ് ഗേറ്റാണ് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു കാറ് ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. കൂടാതെ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ഫുള്ളും തന്നെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമുക്ക് വീടിൻ്റെ അകത്ത് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിന് പൈപ്പ് കണക്ഷനും പിന്നെ കൂടാതെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കിണറും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് നോക്കാം. അപ്പോൾ 6x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് മെയിൻ ഡോറ് വരുന്നത്. ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ഡോറാണ് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വീതിയുള്ള ഒരു ഡോറാണ്. നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു കട്ടളയൊക്കെ നമുക്ക് ഈ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചയൊക്കെ കയറി കാണാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു കട്ടളയൊക്കെ വരുന്ന ഒരു ടൈപ്പാണ് നമുക്ക് ഇവിടെ ഫ്രണ്ട് ഡോറിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു ലിവിങ് സ്പേസ് കാണാൻ സാധിക്കും. ഈ കാണുന്ന ലിവിങ് ഏരിയ പ്ലസ് നമുക്ക് ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. അപ്പോൾ 18x16 നമുക്ക് ഈ വീടിൻ്റെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടെ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ താഴെയും കുറച്ച് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് സീലിംഗ് വർക്ക്, നമുക്ക് സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടാണ് സീലിംഗ് വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ ടൈല് കണ്ടോ, ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ആയിട്ടാണ് ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ വിശേഷം നോക്കാം. നമുക്ക് 12x10 ഡയമെൻഷനിലുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു പാർട്ടീഷൻ ജിപ്സം ബോർഡ് യൂസ് ചെയ്തിട്ട് ഒരു പാർട്ടീഷൻ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ കാണുന്ന ഒരു കളർ തീമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. മൾട്ടിവുഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫുള്ള് കിച്ചൻ്റെ ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്കൊരു സിങ്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു ഇലക്ട്രിക് ചിമ്മിനിയുടെ പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. പിന്നെ ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ ഫുള്ള് വരുന്നുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. താഴെ നമുക്ക് ഗ്രിപ്പിംഗ് കിട്ടുന്ന ടൈപ്പ് ഒരു ടെയിലും നമുക്കിവിടെ തറയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിന് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം വരുന്നത്. നമുക്കപ്പോൾ അത് കയറി കാണാം. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിന് ഈ ഒരു കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ചുമരിൽ ചെറിയൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 2 വിൻഡോ 2 ഭാഗത്തായിട്ട് വരുന്നുണ്ട്. 13x12 ഡയമെൻഷനിലുള്ള ഇതാണ് നമുക്ക് ഈ ഒരു റൂം വരുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് വാർഡ്രോബും മുകളിൽ കബോർഡ്സിൽ ഫുള്ളും തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. മിറർ കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡോർ വരുന്ന ഒരു വാർഡ്രോബാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇനി നമുക്കിവിടെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം അത്യാവശ്യം ഒരു വലിയ ഒരു ബാത്റൂമാണ്. സൈഡിൽ നമുക്കൊരു ലീഫിൻ്റെ ഡിസൈനാണ് ടെയിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് ടെയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു മിററും ഒരു സിങ്കൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ
ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ, പിന്നെ ഒരു റൂമും നമ്മൾ കണ്ടായിരുന്നു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന സ്റ്റെയർ കയറിയാണ് നമുക്ക് ഇനി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. നമുക്ക് ഗ്രാനൈറ്റ് ആണ് നമുക്ക് തറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് നല്ല ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. പുറത്തുനിന്നുള്ള ഒരു വിൻഡോ നമുക്ക് ഈ ഭാഗത്ത് വരുന്നുണ്ട്. മുകളിൽ പ്രൊഫൈൽ ചാനലിംഗ് കൊടുത്ത് രണ്ടൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കയറി വരുന്ന ഹാൻഡ് റെയിൽസ് നമുക്ക് തടിയും സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് റെയിൽസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി നമുക്ക് ഇനി മുകളിലോട്ട് ചെല്ലുമ്പോഴുള്ള കാഴ്ചയും കൂടെ കാണാം. അപ്പോൾ നമ്മൾ മുകളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് 16x14 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇവിടെയായിട്ട് നമുക്കിവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഔട്ട് കണക്ഷൻ എല്ലാം നമുക്കിവിടെ വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് ഉണ്ട്, പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് ആണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കിനി ഇവിടെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം ഈ ഒരു ഭാഗത്തും നമുക്ക് മറ്റൊരു ബെഡ്റൂം നമുക്ക് ഈ ഒരു ഭാഗത്ത്, 2 ഭാഗത്തായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ 2 ബെഡ്റൂമിൻ്റെ വിശേഷം കൂടെ നമുക്ക് കാണാം. ഇതാണ് ഇവിടെ നമുക്ക് ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. നമുക്ക് ഈ ഒരു ഭാഗത്താണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷനിലുള്ളതാണ് ഈ ഒരു ബെഡ്റൂം. നമ്മൾ താഴെ കണ്ട അതേ ഒരു പാറ്റേൺ ആണ് നമുക്ക് ഇവിടെ ഒരു ചെമ്മലിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഇതുപോലെ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 വിൻഡോ 2 ഭാഗത്തായിട്ട് കണ്ടോ, ഈ ഒരു 2 ഭാഗത്തായിട്ട് 2 വിൻഡോ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിൻ്റെ സൈസ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കാം. PVC ഡോർ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. താഴെ നമ്മൾ കണ്ട അതേ ഒരു സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഡിസൈന്. ബാക്കി നമുക്ക് ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. തറയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടൈപ്പ് തന്നെയാണ് ടൈലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഒരു ബെഡ്റൂം കൂടെ ഉണ്ട്. നമുക്ക് ഈ ഭാഗത്താണ് വരുന്നത്. 16x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇവിടെ മുകളിൽ സീലിംഗ് നമുക്ക് പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. PVC ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കയറി കാണാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ലീഫിൻ്റെ ഡിസൈനുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ബാത്റൂമാണ്. തറയിൽ ഗ്രിപ്പ് ഇടുന്ന ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ബ്രാൻഡഡ് ഫിറ്റിങ്സ് തന്നെയാണ് ഫുള്ള് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് കാണേണ്ടത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. 8x4 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഹാൻഡിൽസ് ഉണ്ട്. തടിയും നമുക്ക് സ്റ്റീലും കൂടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിന് വെറും 58 ലക്ഷമാണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അത് തീർത്തും നെഗോഷ്യബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾ ഹോം ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഹോം ലോണൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റ് ഇപ്പോൾ കുറച്ചും കൂടെ 50 ലക്ഷത്തിന് ഇപ്പോൾ താഴോട്ടുള്ള വീടാണ്, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ളതായാലും, അല്ലെങ്കിൽ കുറച്ചും കൂടെ 1 കോടിക്ക് പുറത്തൊക്കെ ഉള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വീടുകൾ നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും വീട് വാങ്ങിക്കാനോ നിങ്ങളുടെ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ വീട് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുപോലെ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.